ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പോകുന്നത് വൈപ്പിൻ ബീച്ചിലേക്കാണ്. എറണാകുളം ഹൈക്കോർട്ടിൽ നിന്നും ഗോശ്രീ പാലം വഴിയാണ് ഇവിടേക്ക് വരേണ്ടത്. പറവൂർ വഴിയും ഇവിടേക്ക് വരാം. ഗോശ്രീ മൂന്നാമത്തെ പാലം ഇറങ്ങുമ്പോൾ ഇടത് സൈഡിൽ കുറെ ഫിഷ് സ്റ്റോൾ ഉണ്ട്. ഇവിടെ നല്ല ഫ്രഷ് മീനൊക്കെ കിട്ടും. ഇവിടെ തന്നെ അൽസാജ് ഹോട്ടലുണ്ട്. നേരെ കാണുന്ന റൗണ്ടിൽ നിന്നും റൈറ്റ് പോയ ചെറായി കുഴിപ്പള്ളി ബീച്ചിലേക്ക് പോകാം. സ്ട്രെയിറ്റ് പോയ LNG റോഡാണ്. പുതുവൈപ്പ് ബീച്ചിലേക്ക് ഇതിലെ പോകാം. നമുക്ക് പോകേണ്ടത് ലെഫ്റ്റ് സൈഡിലേക്കാണ്. നേരെ കാണുന്നതാണ് വൈപ്പിൻ ബസ് സ്റ്റാൻഡ്. ബസ് സ്റ്റാൻഡ് എത്തുന്നതിന് തൊട്ട് മുമ്പ് റൈറ്റ് സൈഡിലേക്ക് ഒരു ചെറിയ വഴിയുണ്ട്. കല്ല് പാകിയ അതിമനോഹരമായ ഈ വഴിയിലൂടെ നോക്കുമ്പോൾ ആദ്യം കാണുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ക്രിസ്ത്യൻ ചർച്ചാണ്. ഇവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് പോയി നമുക്ക് കാറ് പാർക്ക് ചെയ്യാം. നേരത്തെ പറഞ്ഞ പള്ളിയുടെ ഫ്രണ്ട് വ്യൂ ഞാനിപ്പോൾ കാണിക്കാം. ഈ കാണുന്നത് വൈപ്പിൻ ബീച്ചിലെ ഹോം സ്റ്റേ ആണ്. വൈപ്പിൻ ബീച്ചിൽ നിന്നും ഹോം സ്റ്റേയിൽ നിന്നുള്ള അതിമനോഹരമായ ഒരു വ്യൂ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഒരുപാട് ടൂറിസ്റ്റ് ബോട്ടുകൾ ഇതിലൂടെ കടലിലേക്ക് പോകുന്നുണ്ട്. ടൂറിസ്റ്റ് ബോട്ടുകളെല്ലാം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് എറണാകുളം മറൈൻ ഡ്രൈവിൽ നിന്നുമാണ്. നമ്മുടെ വൈപ്പിൻ ബീച്ചിന്റെ ഓപ്പോസിറ്റ് സൈഡാണ് വളരെ പ്രശസ്തമായ ഫോർട്ട് കൊച്ചി ബീച്ച്. ഈ കാണുന്നത് വൈപ്പിൻ ബീച്ചിലെ ഒരു സായാഹ്ന കാഴ്ചയാണ്. കടലും കായലും ഒന്നിക്കുന്ന ഭാഗമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇത് വൈപ്പിൻ സ്റ്റാൻഡിലുള്ള വാട്ടർ മെട്രോ സ്റ്റേഷനാണ്. ഇത് വൈപ്പിനിൽ നിന്നും കൊച്ചിയിലേക്കുള്ള റോറോ സർവീസാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇത് വർഷങ്ങളോളം പഴക്കമുള്ള വൈപ്പിൻ സ്റ്റാൻഡിലെ വൃക്ഷമാണ്. ഇതിന്റെ താഴെ നിന്നുള്ള വ്യൂ മനോഹരമായ കാഴ്ചയാണ്. ഇനി നിങ്ങൾക്ക് ഒരു ഫോട്ടോഷൂട്ട് ചെയ്യണമെങ്കിൽ ഗോശ്രീ പാലം ഇറങ്ങി സ്ട്രെയിറ്റ് LNG റോഡ് ഒരു 100 മീറ്റർ പോയാൽ ഇതാ ഇവിടെ നിന്ന് നല്ല കിടിലം ഫോട്ടോസൊക്കെ എടുക്കാം. നിങ്ങൾക്ക് ഈ സ്പോട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. ബൈ.